ആദ്യം നമുക്കൊരു വറുത്തരച്ച മസാല ഉണ്ടാക്കണം. അതിനാവശ്യമുള്ളത് മല്ലി, പെരിഞ്ചീരകം, ഇത് പൊടിയാണ്, പെരിഞ്ചീരകം വേണം, പിന്നെ അതിനകത്ത് റെഡ് ചില്ലി വേണം, തേങ്ങ, കുരുമുളക്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വറുത്ത് പേസ്റ്റ് ആക്കുന്നതാണ്. മല്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ചിക്കൻ വറുത്താണ്, വറുത്ത് വയ്ക്കാനാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പാകത്തിന് ഉപ്പ്, സ്വല്പം വിനെഗറും കൂടെ ഒഴിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം? 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ചാൽ മതി. അതായത് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വളരെ സാധാരണ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തത് ജിഞ്ചർ, ഗാർലിക്, ഉപ്പ്, അതുപോലെ തന്നെ ഇച്ചിരി വിനാഗിരി വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു 5 മിനിറ്റ്. എന്നിട്ട് ഡീപ് ഫ്രൈ അല്ലേ ഇത്? ഹാഫ് ഫ്രൈ ആണ്. ഹാഫ് ഫ്രൈ ആയിട്ട് എടുക്കുക. ഇത് അതായത് വറുത്തരച്ചതും ഇതും റെഡിയാക്കി വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നമ്മുടെ കടത്തനാടൻ ചിക്കൻ കറി ഏകദേശം ഒന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചേർക്കേണ്ടതെന്ന് ഷെഫിന്റെ അടുത്ത് വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് ഷെഫേ? ഏകദേശം ഇപ്പം ഒരുതായി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. ഓക്കെ, ഫിനിഷിംഗ് പോയിന്റ് ആയി. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഒന്നാം പാല്. നമ്മുടെ കടത്തനാടൻ ചിക്കൻ കറി റെഡി. എളുപ്പത്തിലുണ്ടാക്കാം. 2 കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. അതായത് വറുത്തരച്ച് നമ്മൾ എടുത്ത് വെക്കുക, ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുക. ഈ 2 റെഡിയായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വേണ്ട അല്ലേ ഇത് ശരിയാക്കാൻ? വീട്ടിൽ പെട്ടെന്നുണ്ട്, പക്ഷെ വളരെ ടേസ്റ്റിന് ഡിഫറൻസും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. ഷെഫിൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണിത്. അത് കാരണം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതുകൊണ്ട് പോകുന്നില്ല, ഒരു റെസിപ്പിയും കൂടി പറഞ്ഞുതരാൻ പറഞ്ഞു. ഞാൻ ചെമ്മീൻ്റെ പറഞ്ഞില്ലേ, അതും കൂടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട്. പ്ലീസ് കീപ് വാച്ചിങ്. ഒരേ ഒരു ഫോഗ്രെയിൻ നൂഡിൽസ് ഹെൽത്ത് മേക്കറോട് കൂടിയ ഇതിലുണ്ട് 9 പവർ വിറ്റമിൻസ്. ഇത്രയ്ക്കും രുചികരമെന്നാൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ മനസ്സിൽ നിന്നും മാറ്റാനേ പറ്റില്ല. ഇത് സ്കൂളിൽ പരിഹാസം കേൾപ്പിക്കുന്ന പാട്, ഇത് ശകാരം കേൾപ്പിക്കുന്ന പാട്. സാധാരണ നീളം തുണികളിൽ പാട് വീഴ്ത്തുന്നു. അതുകൊണ്ട് പുതിയ റിൻ പെർഫെക്റ്റ് ഷൈൻ നീലം. ഇതിലെ സവിശേഷമായ സൺ ഫ്രഷ് ഫോർമുല തരും ഒരേ തോതിൽ വെണ്മ, പാട് വീഴ്ത്താതെ. അവതരിപ്പിക്കുന്നു ട്രിപ്പിൾ ക്ലീൻ ടൂത്ത് ബ്രഷ്. പുതിയതാ? 3-in-1 ആണ്. നോക്ക്, ബേബി ബ്രിസിൽ പല്ലുകളിൽ തടയുന്ന ഭക്ഷണം അകറ്റും. ടങ് ക്ലീനർ നാക്കിന് തിളക്കം നൽകും. സൂപ്പർ സ്ട്രോങ് ഹാൻഡിൽ പിടിത്തത്തിന് ബലം കൊടുക്കും. 3 മോഡേൺ ഫീച്ചേഴ്സ് വെറും 13 രൂപയ്ക്ക്. പുതിയ പെപ്സോഡന്റ് ട്രിപ്പിൾ ക്ലീൻ ടൂത്ത് ബ്രഷ്. സെയിം ടു സെയിം പാക്ക് കൊണ്ടുവാ. ഓക്കെ, ആന്റി സെയിം ടു സെയിം. ഇതല്ല സെയിം ടു സെയിം പക്ഷേ ബെറ്റർ. സർഫ് എക്സൽ ബ്ലൂ ഇപ്പോൾ സർഫ് എക്സൽ ഈസി വാഷ്. ഇത് ചില സെക്കൻഡുകൾക്കുള്ളിൽ അലിയുന്നു, കടുത്ത കറകൾ നിഷ്പ്രയാസമകറ്റുന്നു. മമ്മി സെയിം ടു സെയിം. പുതിയ സർഫ് എക്സൽ ഈസി വാഷ്. പക്ഷേ ബെറ്റർ. ഹായ്, തികച്ചും പെർഫെക്റ്റ് ചർമ്മകാന്തി. എങ്ങനെ ഫെയർ ആൻഡ് ലവ്ലി പുതിയ ക്രീം. ഇതിന് അപ്പോയിന്റ്മെന്റ് എടുത്തേ പറ്റൂ. അപ്പോയിന്റ്മെന്റ്? ക്രീമിനോ? ഇത് വെറും ക്രീം അല്ല, ഫെയർനെസ് ട്രീറ്റ്മെന്റ്. ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ട്രീറ്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് തരട്ടെ ഇപ്പോൾ തന്നെ പ്ലീസ്. കണ്ണടയ്ക്കും, ഇനി ട്രീറ്റ്മെന്റ് തുടങ്ങാം. ന്യൂ ഫെയർ ആൻഡ് ലവ്ലി അഡ്വാൻസ്ഡ് ഫെയർനെസ് ട്രീറ്റ്മെന്റ്സിന്റെ ടാർഗറ്റഡ് ആക്ഷനോടെ ഇത് തരും ഫെയർനെസ് ട്രീറ്റ്മെന്റ് പോലെ ചർമ്മകാന്തി. ഇന്ന് മുതൽ ഫെയർനെസ് ട്രീറ്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ദിവസേന. പക്ഷേ എന്റെ വീട്ടിൽ തിരിച്ചതാ. ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ട്രീറ്റ്മെന്റ് ദിവസേന. അവരെ
ആയിട്ടിരിക്കുന്നത്. വിമൻസ് ഫുട്വെയർ ശ്രദ്ധിക്കപ്പെടും. നൂഡിൽസ് ഇവന് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതെ, അവന് ഇഷ്ടമാണ്. കാവിറ്റീസിനെ സൂക്ഷിച്ചാൽ മാത്രം മതി. കാവിറ്റീസ്? ഇതുപോലുള്ള ഭക്ഷണം പല്ലുകളുടെ ഇടയിൽ കുടുങ്ങുമ്പോൾ കാവിറ്റീസ് ഉണ്ടായേക്കാം. അതിനാൽ നിങ്ങൾക്ക് വേണം കോൾഗേറ്റ്. ഇതിലെ കാൽഷ്യം പിന്നെ മിനറൽസ് ഫോർമുല പല്ലുകളുടെ ഇടയിൽ കടന്നു ചെന്ന് കാവിറ്റീസിനെ അകറ്റി നിർത്തുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചോദ്യം? കോൾഗേറ്റ് നമ്പർ 1 ആന്റി കാവിറ്റി ടൂത്ത് പേസ്റ്റ്, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. കിട്ടി കൊതുവിനെ. ഹലോ ആന്റി, അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊതുകിനെ പിടിച്ചോണ്ട് പോയി. എന്റെ ചേട്ടാ, നിങ്ങളുടെ വീട്ടിൽ കൊതുകിനെ കിട്ടില്ല. ഇതാണ് ചാലഞ്ച്. ഗുഡ് നൈറ്റ് അഡ്വാൻസ്ഡ് ഡോ സ്മോക്ക് ഓയിലിന്റെ പുക കുറവ്, ഫലം കൂടുതൽ. വരൂ, നമുക്ക് കളിക്കാം. ഞാൻ മൗണ്ട് എവറസ്റ്റിന് മേലെ പറന്നു. എനിക്ക് സൂര്യന്റെ മുകളിലും പറക്കാൻ പറ്റും. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മേലെ പറക്കും. അപ്പൊ സമ്മതിക്കാം. അല്പം കളി, അല്പം കുസൃതി. കിൻഡർ ജോയ് പ്ലെയിൻസും ക്രേസി ജംഗിൾസിനും ഒപ്പം. പറയുന്നത് സോപ്പ് കൊണ്ട് 1 മിനിറ്റ് വരെ കൈ കഴുകണം എന്നാണ്. അപ്പൊ രോഗാണുക്കൾ ഉണ്ടാവില്ല. എല്ലാവർക്കും രോഗം വരും. ഈ ചെക്ക, നിന്റെ സോപ്പ് എന്താ സ്ലോ ആണോ? ഇനി കൈ കഴുകാൻ 1 മിനിറ്റ് വേണ്ട, വെറും 10 സെക്കൻഡ് മതി. ആക്റ്റീവ് 5 അടങ്ങിയ ലൈഫ് ബോയ് ലിക്വിഡ് ഹാൻഡ് വാഷ് 99.9% രോഗാണുക്കളിൽ നിന്നും സുരക്ഷ, വെറും 10 സെക്കൻഡിൽ. സൂപ്പർ ഫാസ്റ്റ് ഹാൻഡ് വാഷ് ലൈഫ് ബോയ് IPH സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായിതാ കശുവണ്ടിയും ബദാമും ഒരുമിച്ച് കുക്കീസിൽ. സൺഫീസ് കാജു ബദാം കുക്കീസ്. ഓരോ ബൈറ്റിലും കശുവണ്ടിയും ബദാമും, ഓരോ ബൈറ്റിലും പുഞ്ചിരി. യാർഡ്ലി സോപ്സ് ഓഫ് ലണ്ടൻ ആഡംബരമായ സ്നാനാനുഭവം നൽകും. Enriched with international fragrance. എന്റെ വേൾഡ്, എന്റെ യാർഡ്ലി. ഷാദി.com വർഷങ്ങളായി നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും മനസ്സിലാക്കുന്നു. തൊഴിലാളികളെ വെറും പിച്ചക്കാരെ കാണരുത്. ഞാനും അവരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നവനാണ്. അദ്ദേഹം എപ്പോഴും അസ്വസ്ഥനാണ്. ചോദിച്ചാൽ ഒന്നും പറയില്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. IV ശശി സംവിധാനം ചെയ്ത് ജയൻ, ലക്ഷ്മി, സോമൻ തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് കുടുംബ ചലച്ചിത്രം ഇനിയും പുഴ ഒഴുകും. നാളെ രാവിലെ 9 മണിക്ക്. അപ്പോൾ ഒരു ഡിഷ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത് ചെമ്മീൻ തുള്ളിച്ചത് അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് വിനു ഷെഫിനോട് ചോദിച്ചു നോക്കാം. ഈ ചെമ്മീൻ തുള്ളിച്ചതിന്റെ പേരിങ്ങനെ എങ്ങനെയാ വന്നതെന്നും കൂടി ചോദിക്കാം. എന്താ ഷെഫ് ഈ ചെമ്മീൻ തുള്ളിച്ചത്? എങ്ങനെ വേകുന്ന സമയത്ത് തുള്ളി തുള്ളി വരും. തുള്ളി തുള്ളി വരും, അതുകൊണ്ടാണ് ചെമ്മീൻ തുള്ളിച്ചെന്ന് പറയുന്നത് അല്ലേ? ശരി, അതിന് എന്തൊക്കെ വിഭവങ്ങളാണ്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? പഴയപോലെ തന്നെ വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഫിഷ് കറിക്കെല്ലാം വേണ്ടതാണ് ഉലുവ, കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി വേണം, പിന്നെ തേങ്ങാക്കൊത്ത് വേണം, കറിവേപ്പില, ഒരു കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം അല്ലേ? പിന്നെ പച്ചമുളക്, കുറച്ച് പെരിഞ്ചീരപ്പൊടി, ചെറിയ ഉള്ളി വേണം. പിന്നെ ടൊമാറ്റോ പേസ്റ്റാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ടൊമാറ്റോ അല്ല യൂസ് ചെയ്യുന്നത്, പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മിക്സിയിൽ ശരിക്കും അരച്ചെടുത്താൽ മതി. ശരി. പിന്നെ ഒന്നാം പാല്, രണ്ടാം പാല് അതിലാണ് വേവിക്കുന്നതെന്ന് തോന്നുന്നു. രണ്ടാം പാലിൽ വേവിക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് ഇൻഗ്രീഡിയൻസ് നോട്ട് ചെയ്തെടുത്തോളൂ. നമ്മുടെ വീട്ടിൽ കിച്ചണിൽ സാധാരണ കാണപ്പെടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസാണ് ഇവിടെ ഉണ്ടാവും. ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്കിനി എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു നോക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ശരി. അപ്പോൾ ചെമ്മീൻ തുള്ളിച്ചതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട വെളിച്ചെണ്ണ, ഉലുവ, കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി മാത്രം ഇടുക, ഇഞ്ചി ഇടണ്ട, വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക.
ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും ടൊമാറ്റോ പേസ്റ്റ് ചെയ്യുക. നമ്മൾ തക്കാളി ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുമ്പോഴത്തേക്കും നമുക്ക് മസാല എല്ലാം ചേർക്കാം. മസാല ചേർക്കുന്നതിന് മുമ്പ് കുടംപുളി ഒരെണ്ണം ചേർത്താൽ മതി. കാരണം ഞാൻ പറഞ്ഞല്ലോ പുളി കുറച്ച് മതി, കാരണം തക്കാളിയുടെ പുളി നന്നായിട്ട് ഇറങ്ങും. ആ മസാലപ്പൊടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും മാത്രം മതി. ചെമ്മീൻ തുള്ളിച്ചത്, അതെന്തുകൊണ്ടാ പേര് വീണ ഞാനിപ്പോൾ കാണിച്ചു തരാം. ചെമ്മീൻ തുള്ളുന്നത് കണ്ടോ? കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ആ ബബിൾസിന്റെ കൂടെ കണ്ടോ? അതുകൊണ്ടാണ് ഇതിനെ ചെമ്മീൻ തുള്ളിച്ചത് എന്ന് പറയണേ അല്ലേ? നമ്മുടെ ചെമ്മീൻ തുള്ളിച്ചതും റെഡി. ഹായ്, ഒന്നുകൂടി കഴിക്കാൻ തോന്നുന്നു, അത്രയും ടേസ്റ്റിയാണ് ഇത്. താങ്ക് യു സോ മച്ച് ഷെഫ്, താങ്ക് യു ഞങ്ങൾക്ക് ഈ 2 റെസിപ്പി കാണിച്ചു തന്നതിൽ. സോ പ്ലീസ് ട്രൈ ഇറ്റ് അറ്റ് ഹോം. ദിസ് ഈസ് മീ രാധിക ആൻഡ് ഷെഫ് സൈനിങ് ഓഫ്. catch you again later. സ്വാബ് ടേസ്റ്റ് ഓൺ വീൽസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോർലിക്സ് ഫുഡിൽസ്, പാമ്പേഴ്സ്, ജോൺസൺ ബേബി ഗിഫ്റ്റ് ബോക്സ്. നോൾട്ട വന്നതോടുകൂടി അടുക്കള ഒരു കൊട്ടാരമായി.